ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കൃഷ്ണ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനുണ്ട്, നമ്മുടെ അടുത്ത സുഹൃത്ത് തന്നെയാണ്, പണ്ട് മുതലേ കൂട്ടുകാരാണ് ഞങ്ങൾ. ഇപ്പോൾ തേയിലത്തോട്ടമൊക്കെ ഇത് കണ്ടില്ലേ. ഇപ്പോൾ തേയിലത്തോട്ടിൻ്റെ വീഡിയോ ഒക്കെ ഈ വീഡിയോയിലൂടെ തേയിലത്തോട്ടമായിരിക്കും നമ്മൾ കാണാൻ പോണേ. ഇപ്പോൾ വീഡിയോ കണ്ടാലോ. ഭയങ്കര വെയിലാണ് ഗായ്സ്, ചൂടാണെങ്കിൽ ഒടുക്കത്തെ ചൂടാണ്. കണ്ടില്ലേ, ഭയങ്കര വെയിലാണ്, കാണുന്നുണ്ടോ? ഇതൊക്കെ വന്ന് ഒടുക്കത്തെ വെയിലിലൂടെയാണ് വീഡിയോ എടുക്കുന്നത്. അയ്യോ, തേയിലത്തോട്ടത്തിൻ്റെ അകത്തൊക്കെ നടക്കുമ്പോൾ ഇങ്ങനത്തെയാണ് നടന്നു പോകുന്ന നടപ്പാതയൊക്കെ. നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ ചവിട്ടി കയറി പിന്നെ അവസാനം ഇതാണ് നമ്മുടെ ഒരു ചെറിയ വീട്. കണ്ടില്ലേ ഗൈസ്, ഇത് റോട്ടിലൂടെ നടന്നു പോയാണ്. ഇനി കുറേ കാണാനുണ്ട് നമുക്ക്. എന്തായാലും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ഒരു സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. കൂട്ടുകാരൻ ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അവന് മാത്രമേ ഉള്ളൂ കൂട്ടിന്. ക്യാമറയുടെ മുന്നേ വരാൻ ഭയങ്കര പേടിയാ. അത് സാധാരണ എല്ലാവർക്കും ഉള്ളതല്ലേ. പിടിച്ച് വരുത്തി അങ്ങനെ അവസാനം പൊക്കിക്കൊണ്ട് വന്ന് വീഡിയോ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞേ. അപ്പോൾ കൂടെ നടക്കുക. നമ്മളത് ആ കാണുന്ന മരത്തിലേക്കാണ് ഇനി പോകാൻ പോണത്. ആ വഴി നടുവിൽ കാണുന്ന ആ ചെറിയ വഴി കൂടി കയറിപ്പോകാം എന്തായാലും. അപ്പോൾ ഗൈസ്, ഭയങ്കര വെയിലാണ് ഇവിടെ. ചൂടാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഭ്രാന്ത് പിടിച്ച പോലെയാണ് വീഡിയോ എടുത്ത് നടക്കുന്നത്. നമ്മുടെ കൂട്ടുകാരെ പുറകെ വരുന്നുണ്ട്. നമ്മളെന്തായാലും മുന്നിൽ പോവാം. ഇത് ഗൈസ്, ഇതാണ് അവസാനമല്ല, ഇനിയും കുറേ ഉണ്ട്. റോഡിൻ്റെ കുറച്ച് മുകളിലാണ് നമ്മൾ നിൽക്കണേ. ഇത് ചെറിയൊരു വ്യൂ ആണിത്. നമ്മൾ കണ്ട ആ മരത്തിൻ്റെ അടുത്തെത്തി. എന്തെങ്കിലും കല്ലിൻ്റെ അവിടേക്ക് പോവാം നമുക്ക്. ഇവിടെ ഇത് മരത്തിൻ്റെ താഴെയായിട്ട് നിൽക്കുന്ന കാരണം നല്ല തണൽ കിട്ടുന്നുണ്ട് ഇവിടെ. കുറച്ച് സമയം എന്തായാലും ഇരുന്നിട്ട് നമുക്ക് കല്ലിൻ്റെ മേത്ത് കയറി ഇരുന്നിട്ട് ബാക്കി വീഡിയോ ചെയ്യാം. സോ ഗൈസ്, അതിന് കല്ലിൻ്റെ മേത്ത് കയറി ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ വ്യൂ ഒക്കെ ഇതുണ്ടല്ലേ, നല്ല നമ്മളൊരു കല്ലിൻ്റെ തിരിക്കുകയാണ്. സോ ഇപ്പോൾ നല്ല തണുപ്പുണ്ട് ഇവിടെ. മരത്തിൻ്റെ അടിയിലായിട്ട് ഇരിക്കണ കാരണം നടന്നു വരുന്നപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടായത് കാരണം ഭയങ്കര ചൂടാണ്. ഇതുണ്ടല്ലേ, ഇതാ മരം. നമ്മൾ താഴെ വെച്ച് കണ്ടില്ല മരം, അതാണ്. കുറച്ച് ഗസ്റ്റ് വണ്ടിയൊക്കെ താഴെ വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് വീഡിയോയിൽ വരെ കാണിക്കാം. ഗസ്റ്റ് വണ്ടി വരുന്നുണ്ട്. സോ ഗൈസ്, അതാണ് ചെറിയത് വണ്ടി കാണുന്നില്ല, അതാണ് ഗസ്റ്റിൻ്റെ വണ്ടി. മൂന്നാറിലേക്ക് പോകുന്ന ഈ ഷോപ്പ് വഴിയും കൂടിയാണ് മൂന്നാറിലേക്ക് പോകാനായിട്ട്. ഫോണിൽ വീഡിയോ എടുക്കുന്ന കാരണം റിസോർട്ടൊക്കെ അത്രയ്ക്ക് നന്നായിട്ട് കാണുന്നില്ല, കാരണം നമ്മുടെ ഫോൺ ക്യാമറ കുറച്ച് ഡാമേജ് ആണേ. അതല്ലേ, റിസോർട്ടാണോ അതൊക്കെ. സോ നമ്മളങ്ങനെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഇനിയിപ്പോൾ മുന്നോട്ട് പോവാണ്. എന്തായാലും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ. ഇവിടുത്തെ ഞങ്ങളുടെ നാട്ടിൽ ചെറിയ കൊച്ചു സ്ഥലങ്ങളൊക്കെയാണിത്. ഇഷ്ടപ്പെട്ട ഇതൊക്കെ ഒന്ന് വന്ന് കാണുക കേട്ടോ, വീഡിയോ കാണുന്നവരെ. ഗൈസ്, നമ്മളങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങി പോവാണ് മരത്തിൽ നിന്ന്. സോ
ഒക്കെ ഇറങ്ങി പോയാലേ റൂട്ടിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആ കാണുന്നില്ലേ, ആ മരത്തിലാണ് നമ്മൾ പോയിരുന്നത്. അതിൻ്റെ അടിയിലായിട്ടത് വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ കുടിക്കാനായിട്ട്. സോ ഗൈസ്, റോട്ടിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇതുണ്ടല്ലേ കല്ലൊക്കെ റോഡിൻ്റെ സൈഡിൽ, കല്ലിൻ്റെ അവിടെയൊക്കെ എന്തോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നില്ല, എന്താണെന്ന് അത്ര ക്ലിയറായിട്ട് കാണുന്നില്ല. സോ ഗൈസ്, ഈ റോഡ് നമ്മുടെ മൂന്നാറിൽ നിന്ന് മാങ്കുളത്തേക്ക് പോണ ഒരു ഷോർട്ട് കട്ട് റോഡാണ്. അതായത് കല്ലാറ് വഴി പോകുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടി പോവുകയാണെങ്കിൽ കുറച്ച് പെട്ടെന്നൊക്കെ പോവാം. കൂടുതൽ ഗസ്റ്റൊക്കെ ഈ വഴിക്കാണ് പോണേ. മൂന്നാറിൽ നിന്ന് വരുന്ന ആനക്കുളം കാണാൻ വരുന്ന ഗസ്റ്റൊക്കെ ഈ റോട്ടിൽ കൂടിയൊക്കെയാണ് പോകുന്നത്. സോ മൂന്നാറിൽ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ ഈ വഴിക്കൊക്കെ പൊക്കോ, പെട്ടെന്ന് പോവാം. ഗൈസ്, നമ്മുടെ കൂട്ടത്തിൽ വന്നവനെ പുറകിൽ തന്നെ വന്നതാ. ഒരു ഫോൺ കോൾ വരുക എന്ന് പറഞ്ഞതോട് ശരി. അവനൊരു കല്ലിൻ്റെ മുകളിൽ കയറി എങ്ങനെ തന്നെ ഇരിപ്പാണ് ഒരു പാറപ്പുറത്ത്. അവസാനം നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കണം. സോ ഇതോടെ ഈ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാരണം ഭയങ്കര വെയിലൊക്കെയാണ്. വീട്ടിൽ പോകാൻ സമയമായി. കാരണം നമ്മൾ വൈകിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ കൂടുതൽ സമയമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആനയൊക്കെ ഇറങ്ങിയാലോ. ഫുള്ളായിട്ട് എന്തായാലും എടുക്കാൻ പറ്റില്ല വീഡിയോ. അടുത്ത വീഡിയോയിൽ എന്തായാലും ഫുൾ കാണിക്കുന്നതായിരിക്കും. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് മറക്കല്ലേ. ശരി എന്നാൽ, ഏവർക്കും ബൈ.